ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ 12 മുതൽ 17 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. യേശുവിൻ്റെ ദേവാലയ ശുദ്ധീകരണമാണ് ഇന്നത്തെ പ്രമേയം. യേശുനാഥൻ ജെറുസലേം ദേവാലയത്തിൽ എത്തുന്നു. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ദേവാലയങ്ങളിലൊന്നായിരുന്നല്ലോ ജെറുസലേം ദേവാലയം. പ്രൗഢി കൊണ്ടും ഗാംഭീര്യം കൊണ്ടും നിർമ്മാണ ചാരുത കൊണ്ടും അതിലൊക്കെ ഉപരി ഭീമാകാരമായ അതിൻ്റെ വലിപ്പം കൊണ്ടും ലോകശ്രദ്ധ ആകർഷിച്ചിരുന്ന ഒരു മഹാസൗധം. ജെറുസലേം ദേവാലയത്തിന് കവാടങ്ങൾ 12 ഉണ്ടായിരുന്നു. മതിലിന് 12 കവാടങ്ങളുണ്ടായിരുന്നു. ദൈവം വളരെ കൃത്യമായി പറഞ്ഞതനുസരിച്ച് ദാവീദിൻ്റെയും തുടർന്ന് സോളമൻ്റെയും കാലത്ത് മനോഹരമായ ഈ ജെറുസലേം ദേവാലയം പണിതുയർത്തുന്നത് നമുക്കറിയാം. ആ ദേവാലയത്തിൻ്റെ ഓരോ നിർമ്മിതിയിലും ഓരോ ഘട്ടത്തിലും ഓരോ ഡീറ്റെയിൽസിലും ദൈവത്തിന് ശക്തമായ ഇടപെടൽ നമ്മൾ കാണും. അത്ര മനോഹരമായി പണിതുയർത്തിയ ജെറുസലേം ദേവാലയം യഹൂദ ജനതയുടെ പ്രൗഢിയുടെ വലിയ പ്രതീകമായിട്ട് നിൽക്കുകയാണ്. ഭീമാകാരമായ ഈ ജെറുസലേം ദേവാലയത്തിൻ്റെ ഭംഗിയും അതിൻ്റെ മഹാത്മ്യവുമൊക്കെ അനുസ്മരിക്കുമ്പോൾ ആ ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന ഭക്തജനത്തെ കൂടെ നമ്മൾ മനസ്സിലാക്കണം. വിവിധ കാലഘട്ടങ്ങളിൽ ഇസ്രായേൽ ജനത ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ബാബിലോൺ വിപ്രവാസവും അതിനെ തുടർന്നുള്ള പ്രതികൂലങ്ങളായ ഒരുപാട് സാഹചര്യങ്ങളിൽ ഈ ജെറുസലേമിൽ നിന്ന് ഇസ്രായേൽ ജനത ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നു പോകുന്നുണ്ട്. കച്ചവടത്തിനായും കുടിയേറ്റം നടത്തിയുമൊക്കെ അനേകർ ഇസ്രായേൽ ദേശത്ത് നിന്ന് പല ഭാഗങ്ങളിലേക്ക് പോയി. ജെറുസലേം ദേവാലയത്തിലെ തിരുനാളുകളുടെ അവസരങ്ങളിലാണ് ഈ ജനത ഒക്കെ ജെറുസലേമിലേക്ക് തിരിച്ചു വരിക. ഇന്ന് മുസ്ലിം സഹോദരങ്ങൾ ഹജ്ജ് അനുഷ്ഠിക്കുന്നത് പോലെ വലിയ തീഷ്ണതയോടെ ഇസ്രായേൽ മക്കൾ ജെറുസലേം ദേവാലയത്തിൻ്റെ തിരുനാളിന് ഓടി അണയുക വളരെ സ്വാഭാവികമായ എല്ലാ വർഷങ്ങളിലും നടന്നു വന്നിരുന്ന ഒരു പ്രത്യേകത. കാലങ്ങൾക്കകലെ നിന്ന് കാൽനടയായും വാഹനങ്ങളിലും ഒക്കെ ആ ജനത അവിടെ എത്തും. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ജെറുസലേം ദേവാലയത്തിലെ തിരുനാൾ ദിവസങ്ങൾ അവിടെ ഒരുമിച്ച് കൂടുക. ഈ മഹാസഞ്ചയത്തിൻ്റെ ജനസഞ്ചയത്തിൻ്റെ നടുവിൽ പ്രൗഢഗംഭീരമായ ആത്മീയ ശുശ്രൂഷകളുടെ ബലിയർപ്പണങ്ങളുടെ ദിവസങ്ങൾ. സ്വാഭാവികമായിട്ടും മറ്റു ദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ജെറുസലേം ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ വേണ്ടിയിട്ട് ആടുകളെയോ കാളക്കുട്ടിയെയോ പ്രാവിൻകുട്ടിയോ ഒന്നും കൊണ്ടുവരാൻ സാധിക്കില്ല. വിവിധ രാജ്യങ്ങളിലായിരിക്കുന്നവർ അവരുടെ കറൻസികളുമായിട്ട് വരുമ്പോൾ അത് ഇസ്രായേലിൻ്റെ ഷെക്കലായിട്ട് മാറ്റിയെടുക്കുക എന്നതും അവർക്ക് അനിവാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ജെറുസലേം ദേവാലയവും അതിൻ്റെ ചുറ്റുവട്ടങ്ങളുമെല്ലാം കച്ചവട മേഖലകളായിരുന്നു. ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട കച്ചവടങ്ങളാണ് അവിടെ നടക്കുക. നാണയമാറ്റക്കാർ, കറൻസി എക്സ്ചേഞ്ച് നടത്തുന്ന ആൾക്കാരുടെ ഒരു നീണ്ട നിര, ഒപ്പം ആടുമാടുകളെ ചെങ്ങാലികളെയൊക്കെ വിൽക്കുന്ന ജനത, ഇവരെല്ലാവരും കൂടെ അവിടെ ഒരു കച്ചവടത്തിൻ്റെ സംസ്കാരം രൂപീകരിച്ചിരിക്കുകയാണ്. ഇപ്പോഴും വേളാങ്കണ്ണിയിലും മറ്റ് ദേവാലയങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഒരുപക്ഷെ നമ്മളിത് കാണാറുള്ളതാണ്. മെഴുകുതിരി വയ്ക്കാനും പൂമാല വയ്ക്കാനും ഒക്കെ കാണിക്കുന്ന ഒരു തത്രപ്പാട് നമ്മൾ കാണുന്നുണ്ട്. ഇതേ അസ്വസ്ഥത, ഇതേ തീഷ്ണത കച്ചവടക്കാർക്ക് അതുമൂലം ഇസ്രായേൽ ജനതയുടെ ദേവാലയത്തിൻ്റെ സാധ്യതകൾക്കൊക്കെ ഇത് മങ്ങലേൽപ്പിച്ചിരുന്നൊരു കാലം. അങ്ങനെ ഒരു മഹാതിരുനാളിൻ്റെ ദിവസമാണ് യേശുനാഥൻ ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുക. ദൈവത്തിൻ്റെ ആലയം, എൻ്റെ പിതാവിൻ്റെ ഭവനം നിങ്ങൾ കച്ചവട സ്ഥലമാക്കിയിരിക്കുന്നു എന്ന്
ഈശോ പ്രതികരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ്. അവിടുന്ന് അസ്വസ്ഥനാകുന്നു. കയറുകൊണ്ട് ചമ്മട്ടി ഉണ്ടാക്കി കച്ചവടക്കാരെയൊക്കെ അവിടുന്ന് അടിച്ച് പുറത്താക്കുന്നു. നാണയമാറ്റക്കാരുടെ മേശകൾ തട്ടിമറിക്കുന്നു. വളരെ ക്രുദ്ധനായ ഒരു ഈശോയെ നമ്മൾ കാണുക. ഇങ്ങനെ ഇത്രമാത്രം അക്രമോത്സുകനായിട്ട് ഈശോ നിൽക്കുമ്പോഴത്തേക്കും നാം കാണുന്നത് ഇസ്രായേലിലെ പ്രമുഖന്മാർ, മഹാപുരോഹിതന്മാർ, പണ്ഡിതന്മാർ, ഫരിസേയരൊക്കെ അസ്വസ്ഥരാവുക. കാരണം അവർക്ക് കിട്ടുന്ന വലിയൊരു സാമ്പത്തിക ലാഭത്തിൻ്റെ മേലാണ് ഈശോയുടെ വാക്കുകൾ ചെന്ന് പതിക്കുന്നത്. നീ ഇത് ചെയ്യാനുള്ള അധികാരം എന്താണ് എന്നൊക്കെ ചോദിച്ച് ഈശോയെ ചോദ്യം ചെയ്യുന്നു. വളരെ സംഘർഷഭരിതമായൊരു നിമിഷം. കർത്താവിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു എന്നാണ് ആ സാഹചര്യത്തെക്കുറിച്ച് ഈശോ പിന്നീട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ദേവാലയ ശുദ്ധീകരണവും അതിനുശേഷം നടന്ന കാര്യങ്ങളുമൊക്കെ നമ്മുടെ മനസ്സിലൂടെ ഒന്ന് കടത്തിവിടണം. ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ദേവാലയങ്ങളിൽ പുലർത്തുന്ന രീതികളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലണം. ദേവാലയത്തെ കച്ചവട സ്ഥലമാക്കുന്ന ഒരു ശൈലി ഇന്ന് നമ്മൾക്കുമുണ്ടോ എന്ന് ചിന്തിക്കുക. ദേവാലയത്തിന് അർഹിക്കുന്ന ഗൗരവം കൊടുക്കാതെ, ദേവാലയത്തിന് വിശുദ്ധിക്ക് നിരക്കാത്ത എന്തൊക്കെയോ പല ദേവാലയങ്ങളിലും നടക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. ഒരു ഇടവകയിലെ ചുമതല ഏൽക്കുമ്പോൾ ദേവാലയത്തിൽ വെച്ച് ഞാൻ പറയാറുള്ള 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ദേവാലയത്തിനുള്ളിൽ നിശബ്ദത പാലിക്കണം. ആവശ്യമില്ലാത്ത സംസാരങ്ങൾ വേണ്ട. കാരണം ദേവാലയം ദൈവത്തിൻ്റെ ആലയം, ദൈവത്തോട് മാത്രം സംസാരിക്കേണ്ട സ്ഥലം. ദേവാലയത്തിനുള്ളിൽ പാദരക്ഷകൾ അണിയരുത് എന്ന് ഞാൻ സാധാരണ നിർബന്ധം പിടിക്കാറുണ്ട്. കാരണം അത് കർത്താവിൻ്റെ സ്ഥലമാണ്. കത്തുന്ന മുൾപടർപ്പിലേക്ക് മോശ കടന്നു ചെന്നപ്പോഴത്തേക്കും മോശയോട് അവിടുന്ന് പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അബ്രാഹത്തോട് ദൈവം ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാണുന്നുണ്ട്, ദൈവം തൻ്റെ പരിശുദ്ധിയുടെ മേഖലയെ കൃത്യമായി പവിത്രമായി കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദേവാലയത്തിന് വിശുദ്ധിക്ക് നിരക്കാത്ത പാദരക്ഷകൾ അണിയുന്ന കാര്യത്തിലൊക്കെ ഓരോ രാജ്യങ്ങളിലും ഓരോ സ്ഥലങ്ങളിലുമൊക്കെ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടാകും. അത്തരം വിവാദങ്ങളിലേക്കൊന്നും കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ദേവാലയത്തിൻ്റെ വിശുദ്ധിക്ക് നിരക്കാത്ത വസ്ത്രവിധാനങ്ങൾ, പാദരക്ഷകൾ ഒക്കെ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതല്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം. മൂന്നാമതായിട്ടൊരു കാര്യം കൂടെ പറയാറുണ്ട്, സ്ത്രീകൾ ശിരോവസ്ത്രം അണിയുന്നതിനെക്കുറിച്ച്. അതിനും വിവാദങ്ങൾ ഒരുപാടുണ്ടായിരിക്കാം. പക്ഷേ യഹൂദ സ്ത്രീകളുടെ പാരമ്പര്യം അതാണ്. നമ്മുടെ യഹൂദ വംശമുറയിൽപ്പെട്ട, പൗരസ്ത്യ സഭകളിൽപ്പെട്ട, പൗരസ്ത്യ മതവിഭാഗങ്ങളിൽപ്പെട്ട മുസ്ലിം സഹോദരങ്ങളൊക്കെ വിശുദ്ധിയോടുകൂടി ശിരോവസ്ത്രത്തോടുകൂടി ശുശ്രൂഷയ്ക്കണയുന്നത്. നമ്മുടെ യാക്കോബായ സഹോദരങ്ങളൊക്കെ പ്രാർത്ഥനയ്ക്കണയുമ്പോൾ ശിരസ്സിൽ ശിരോവസ്ത്രം അണിയുന്നതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഇതൊക്കെ അനുകരണാർഹമായ മാതൃകകളാണ്. പാലിക്കാൻ നിർബന്ധിക്കുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ കത്തോലിക്ക സഭയിൽ ഇല്ല എങ്കിൽ കൂടി അതൊക്കെ പാലിക്കുന്നത് യുക്തമാണ് എന്ന് ചിന്തിക്കാൻ നമ്മൾ പഠിക്കണം. പ്രിയപ്പെട്ടവരെ, ദേവാലയത്തിന് വിശുദ്ധി കൽപ്പിക്കാൻ, ദേവാലയത്തിൻ്റെ നന്മയും പുണ്യവും അതിൻ്റെ പൂർണ്ണതയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ദേവാലയത്തെ ആദരിക്കുവാനും സ്നേഹിക്കുവാനും നമ്മൾ പഠിക്കണം. ഒപ്പം നമ്മളുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ ദേവാലയത്തിൻ്റെ വിശുദ്ധിയോട് ചേർന്നതാവുക. ദേവാലയം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ രക്തരൂഷിതമായ ഒരു രക്തം കൊണ്ടുള്ള ബലിയർപ്പണങ്ങളല്ല. ഇന്ന് കാളകളെയോ ആട്ടിൻകുട്ടികളെയോ ചെങ്ങാലികളെയോ ഒന്നും അല്ല നമ്മൾ ബലിയർപ്പിക്കുന്നത്. നമ്മളെ തന്നെയാണ് ബലിയർപ്പിക്കുക. നാം ബലിവസ്തു ആകുന്നു. ബലിവേദിയിൽ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കുക. അപ്പോൾ നമ്മുടെ ആത്മശരീര വിശുദ്ധിയോടുകൂടി ദേവാലയത്തിലെത്താൻ നമുക്ക് സാധിക്കണ്ടേ? ഈശോ സ്വയം മുറിച്ച് നൽകുന്ന ബലിയിൽ ഞാൻ പങ്കെടുക്കുമ്പം അവന് തിരുശരീര രക്തങ്ങൾ ഞാൻ സ്വീകരിക്കണ്ടേ? അതിന് തടസ്സം നിൽക്കുന്നതിൻ്റെ പാപങ്ങളാണെങ്കിൽ കുമ്പസാരിക്കണ്ടേ? ഇത്തരം മേഖലകളെക്കുറിച്ചൊക്കെ ഗൗരവത്തിൽ ചിന്തിക്കാൻ നമുക്ക് സാധിക്കുക. അവസാനമായി ഒരു കാര്യം കൂടെ തമ്പുരാൻ പറഞ്ഞു, ശിഷ്യന്മാർ പറഞ്ഞു, നിന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിൻ്റെ ശരീരം. ആ ശരീരത്തെ അതിൻ്റെ വിശുദ്ധിയിൽ നന്മയിൽ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് അവകാശമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ദേവാലയത്തിൽ മാന്യമായ വസ്ത്രം ധരിച്ച് എത്തുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ന് പേക്കൂത്തുകളായി തീരുന്നുണ്ട് പലരുടെയും വസ്ത്രവിധാനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ, പെൺകുട്ടികളുടെ. ആ കാര്യത്തിലൊക്കെ ഗൗരവമായ പുനർവായന, പുനർവിചിന്തനം നമുക്ക് ആവശ്യമുണ്ട്. പാദരക്ഷകൾ അണിയുന്ന കാര്യത്തിലൊക്കെ വേണമെങ്കിൽ നമുക്ക് വെക്കാം. കാരണം തൊട്ടടുത്തുള്ള പള്ളിമുറിയിൽ വരുമ്പോൾ
നമ്മുടെ ഏത് ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ ചാണകം മെഴുകിയ തറയുള്ളൊരു വീട്ടിൽ ചെന്നാൽ പോലും ചെരുപ്പുകൾ ഊരിയിട്ടിട്ടാണ് നമ്മൾ അകത്ത് കയറുന്നത്. പക്ഷെ പള്ളിക്കുള്ളിൽ പലരും ഇത് മറന്നു പോകുന്നു. ദേവാലയ നിശബ്ദത പാലിക്കുന്നവർ കല്യാണത്തിനും മരിച്ചിടക്കിനും പോകുമ്പം ഇക്കാര്യം മറന്നു പോകുന്നു. സംസാരിച്ച് കുളവാക്കുകയാണ് നമ്മൾ ദേവാലയത്തെ. പള്ളിക്കകത്തിരുന്ന് ഓളത്തിൽ സംസാരിക്കുന്ന ഒരുപാട് പേരിൽ ഞാനുമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. നമുക്ക് ഇത്തരം മേഖലകൾ പൊളിച്ചെടുത്ത് ആവശ്യമുണ്ട്. ഒപ്പം വ്യക്തിപരമായ ജീവിതത്തിൽ മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കണം. എൻ്റെ ശരീരമാകുന്ന ദേവാലയത്തിൻ്റെ വിശുദ്ധിക്ക് നിരക്കാത്ത ഒന്നും അതിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടി നമുക്ക് ആഗ്രഹിക്കാം. യേശുനാഥൻ ദേവാലയത്തിൻ്റെ തീഷ്ണതയെക്കുറിച്ച്, കർത്താവിൻ്റെ ആലയത്തെക്കുറിച്ച് തീഷ്ണത കാണിച്ചുവെങ്കിൽ അവൻ ഇനിയും അതേ തീഷ്ണത കാണിക്കും, അടിച്ചിറക്കും അവൻ. അതുകൊണ്ട് ഗൗരവത്തിൽ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.